ഹലോ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ എക്സാം എന്നുണ്ട് +1 മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രീ നീറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് April 7 അല്ലേ. അപ്പം നമ്മൾ ഒന്നും പഠിക്കാതെ എക്സാം എഴുതുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവോ? ഇല്ല. പക്ഷേ നമ്മൾ പഠിച്ചെഴുതുകയാണെങ്കിലോ, ഒന്നാമത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് +1 കംപ്ലീറ്റ് സിലബസ് ഇപ്പോൾ അരച്ച് കലക്കിങ്ങനെ നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് നീറ്റ് ലെവലിൽ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സാം എഴുതുന്ന സമയത്ത് വളരെ എഫക്റ്റീവായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ ഒരു പ്രീ നീറ്റ് എക്സാമിന് മുൻപായിട്ട് നിങ്ങൾക്ക് 10 ദിവസത്തെ അടിപൊളി ക്ലാസ്, അതായത് നിങ്ങളുടെ നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മുടെ എക്സാമിനർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആ ടൈം ടേബിളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അങ്ങനെ ക്ലാസ്സൊക്കെ കണ്ട് റിവിഷനൊക്കെ ചെയ്ത് നിങ്ങൾ എക്സാം എഴുതുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് വേറെ തന്നെ ആയിരിക്കും. കാരണം ഇത് നമ്മൾ കോഴിക്കോടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുത്ത് മാത്രം നടത്തുന്ന ഒരു എക്സാം അല്ല, കേരളം മുഴുവൻ, കേരളത്തിലുള്ള കംപ്ലീറ്റ് നീറ്റ് ആസ്പിറൻസ് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ആ എക്സാമിന് നിങ്ങളൊന്ന് നല്ല അടിപൊളിയായിട്ട് പഠിച്ചെഴുതുകയാണെങ്കിലോ എന്തായിരിക്കും ആ ഒരു എഫക്റ്റ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടി കൂടിയാണ് ഈ 10 ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഈ 3 സബ്ജക്ട്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ ആരും തന്നെ ആ ക്ലാസ്സുകൾ മിസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളൊന്ന് ടെൻഷൻ അടിക്കേണ്ടി വരില്ല. കാരണം ഒന്നാമത് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിലുണ്ട്, ജസ്റ്റ് അതൊന്ന് റിവൈസ് ചെയ്താൽ മതിയാവും. ആൻഡ് ഇങ്ങനത്തെ ഒരു ചാൻസ് നിങ്ങൾക്ക് ഇനി പിന്നെ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഓക്കെ, കാരണം പിന്നെ നമ്മളൊരു മാസമൊക്കെ കഴിയുന്ന സമയത്ത് ഇതൊക്കെ വീണ്ടും മറന്നിട്ടുണ്ടാവും. പിന്നെ ഇതൊക്കെ പഠിച്ചെടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നീറ്റ് നിങ്ങൾ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നിങ്ങൾക്ക് അതൊരു നല്ല റിവിഷൻ ആയിരിക്കും. നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റാനുള്ള ഒരു ചാൻസ് കൂടിയാണ്. അപ്പം ഈ ഒരു അടിപൊളി കിടിലൻ ചാൻസ് എൻ്റെ മക്കൾ മിസ് ചെയ്യാതിരിക്കുക. സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളുടെ പ്രീ നീറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ. അത് നിങ്ങളുടെ +1 ചാനലിലാണ് നടക്കുന്നത്. മിസ്സും ഉണ്ടാകും, നമ്മുടെ അലക്സാറും ഉണ്ടാകും. അടിപൊളിയായിട്ട് ഫിസിക്സിലെയും ബയോളജിയിലെയും ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, ടൈം ടേബിളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കളും നിങ്ങളുടെ ഫ്രണ്ട്സും ഇത് മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ആൻഡ് ഇങ്ങനെ ഒരു ചാൻസ് നിങ്ങൾക്ക് ഇനി കിട്ടുമോ ലൈഫിൽ? ഒരിക്കലുമില്ല. അപ്പം ഈ ഒരു ബെസ്റ്റ് ചാൻസ് മിസ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മളുടെ കീമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളില്ല കേട്ടോ, ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. പ്രീ നീറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അപ്പം എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടും ക്ലാസ്സുകൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുക, വെരി ഇമ്പോർട്ടൻറ്റ്.